അതല്ലാതെ എങ്ങനെയെങ്കിലും പാരസൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡിസ്കസിന് മാത്രമല്ല എല്ലാ ഫിഷിനും പാരസൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പാരസൈറ്റ് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PP വാഷ് ചെയ്യുന്നത്. 2 ഗ്രാം PP നമുക്കൊരു ബോട്ടിലിൽ ആഡ് ചെയ്യാം. ഗ്ലൗവ് ഇടുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ കെമിക്കൽ പ്രോസസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗവ് ഇടുന്നത് നല്ലതായിട്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാം ആദ്യം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന എയറിൻ്റെ ഫ്ലോ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യല്ലേ? അതെ. അപ്പോൾ ഒന്ന് ഡയലൂട്ടായിട്ട് വരും, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി വരും. ഇടയ്ക്കൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഫിഷിനെ ഒബ്സർവ് ചെയ്യണം. ഫിഷ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് നോക്കണം. PP നമ്മളിപ്പോൾ 3 hours സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മളിത് ന്യൂട്രലൈസ് ചെയ്യാൻ പോവാം. ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് 150 ml 3% ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇതിൽ. ഇതിൻ്റെ ഒരു 50%, അതായത് 75 ml നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂട്രലൈസ് ചെയ്തിട്ട് സാധാരണ വെള്ളം പോലെ തന്നെ ആവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ടർ ചേഞ്ച് പിന്നെ നിർബന്ധമില്ല. വെള്ളത്തിൻ്റെ കളർ ഇതാ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഡിസ്കസ് ഫിഷിനൊക്കെ നല്ല രീതിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.